ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഓരോ ചാപ്റ്റേഴ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ വന്ന ഒരു കമൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ കമൻറ്റിൽ ഇങ്ങനെയായിരുന്നു: ബട്ട്സ് SS പഠിച്ചിട്ട് എക്സാം ഡേറ്റ് ആവുമ്പോഴേക്ക് എല്ലാം മറക്കുകയാണെന്നുള്ള ഒരു കുട്ടിയിട്ട കമൻറ്റാണ്. ആ കമൻറ്റിന് താഴെ ഒരുപാട് പേര് ലൈക്ക് അടിക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സംശയം മക്കൾക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള ഒരു സത്യം. ഞാൻ ആദ്യമായിട്ട് ടീച്ചിങ് പഠിപ്പിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 10 വർഷത്തിന് അടുത്തൊക്കെ ആയി. ഈ 10 വർഷത്തോളം മുമ്പ് ക്ലാസ്സുകളിൽ കയറിയിട്ട് എക്സാമിനേഷൻ ആവുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കുകയാണ്, മക്കളെ പരീക്ഷയ്ക്കൊക്കെ സെറ്റ് അല്ലേടാ, നന്നായിട്ട് പഠിച്ചിട്ടില്ലേ ചോദിച്ചാൽ അപ്പോഴും മക്കൾ പറഞ്ഞ ഒരേ ഒരു വാക്കുതായിരുന്നു, സാറേ ഒക്കെ പഠിച്ചിട്ടുണ്ട്, എക്സാം ഹാളിലെത്തുമ്പോൾ മറന്നു പോവുക സാറേ. അത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു വാക്കാണ്. ഇപ്പം ഇതാ ഈ വർഷം നിങ്ങളുടെ ഭാഗത്തുനിന്നും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും മറവിയുണ്ട് എന്നുള്ള കാര്യം ആദ്യം മക്കൾ മനസ്സിലാക്കുക. ഈ നിൽക്കുന്ന എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന അധ്യാപകർക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവർക്കും മറവിയുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറവിയുണ്ട്. പക്ഷേ അവർ എന്നിട്ടും പല കാര്യങ്ങളും മറക്കുന്നില്ല. നമ്മുടെ പല ഫ്രണ്ട്സും A+ തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, ഫുൾ മാർക്ക് പോലും സ്കോർ ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്? അവരാ മറവിയെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന ഒരുപാട് വർക്കുകളുണ്ട്. ആ വർക്കുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മറക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എക്സാം ഹാളിലേക്ക് എത്തുന്ന സമയത്ത് സോഷ്യൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇനി മുതൽ നിങ്ങൾ പഠിക്കുമല്ലോ, ആ പഠിക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ കയ്യിൽ കുറച്ച് A4 പേപ്പറുകൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ A4 പേപ്പർ നേരെ എടുക്കുക, അത് നേരെ സൈഡിൽ എന്ത് ചെയ്യുക, ഒന്ന് പിൻ ചെയ്യുക. ഒരുപാട് A4 പേപ്പർ ഒന്നും എടുക്കേണ്ട, മാക്സിമം ഒരു 4-5 A4 പേപ്പറൊക്കെ മതി. എന്നിട്ട് നേരെ അത് ഇങ്ങനെ മടക്കി വെക്കുക. മടക്കിയിട്ട് നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം, പല ആളുകളും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, വീണ്ടും പറഞ്ഞിട്ട് അതിൽ ഓരോ വേർഡുകളും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഈ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, ആ പേപ്പറിൽ ഷോർട്ടായിട്ട് എഴുതി നോക്കാം. വലിയ വലിപ്പത്തിന് എഴുതണ്ട. രണ്ടാമത്തെ, ഡീറ്റെയിൽ ചെയ്തിട്ട് എസ്സേ എഴുതുന്ന പോലെ എഴുതണ്ട. നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റും എഴുതണ്ട. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ മാത്രമാക്കിയിട്ട് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ആ വേർഡുകൾ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യാം, മൊത്തമായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ മാക്സിമം ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു സൈഡും ആകുമ്പോഴേക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ 4 ദിവസം കഴിഞ്ഞ് ആ പഠിച്ച ചാപ്റ്റർ മറന്നുപോയി എന്ന് പറയുന്ന സങ്കടം പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, മറക്കുന്നതല്ല, ആ മറന്ന കാര്യം 10-15 പേജ് വരുന്ന ആ ഭാഗങ്ങൾ ഇനിയും ഞാൻ ആ 15 പേജുകൾ വായിക്കണ്ടേ, പഠിക്കണ്ടേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങളുടെ മുമ്പിൽ 15 പേജില്ല ഇനി പഠിക്കാൻ എത്ര പേജേ ഉള്ളൂ? ഒരൊറ്റ പേജ് പഠിച്ചാൽ മതി. മറന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നേരെ ഈ പേപ്പർ എടുക്കുന്നു, പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നു. നിങ്ങൾ തന്നെ എഴുതിയ നോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഒരു പേജ് വായിക്കുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമോ? ഇല്ല. എക്സാമിനേഷൻ്റെ തലേ ദിവസം നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേവിങ്സ് വരുന്ന സമയമാണ്, ഭയങ്കരമായിട്ട് ത്വരയായിരിക്കും എനിക്കിത് മുഴുവനായിട്ട് വായിക്കണം എന്നുള്ളത്. ആ സമയത്ത് ശരിക്കും ഒരു 5 പേജ് വായിച്ചാൽ നിങ്ങളുടെ ടോട്ടൽ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഈസിയല്ലേ? രാവിലെ എക്സാമിനേഷൻ അന്ന് രാവിലെ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, എക്സാമിനേഷന് നമ്മൾ തലേ ദിവസം ഞാൻ മൊത്തം പഠിച്ചിട്ടായിരിക്കും പോവുക. പക്ഷേ രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങി എണീറ്റാൽ എല്ലാം മറന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോടൊക്കെ പറയായിരുന്നു, ചിലപ്പോൾ ഞാനിനി ഉറങ്ങുന്നില്ല, ഞാൻ നേരെ പഠിച്ചിട്ട് നേരെ എക്സാം എഴുതാൻ പോകുക. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എക്സാമിനേഷൻ അന്ന് രാവിലെ നിങ്ങൾ എണീച്ചിട്ട് നമ്മുടെ മോർണിംഗ് ബൂസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, ആ മോർണിംഗ് ബൂസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നേരെ ഈ പേപ്പർ എടുക്കുക. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നിന്നോ എവിടെന്നെങ്കിലും എന്ത് ചെയ്യുക, ഈ പേപ്പർ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതോടുകൂടെ ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ മൊത്തം സ്റ്റോർ ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടാവും. മറന്നോ എന്ന പേടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നീട് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഈ എക്സാമിനേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. കാരണം നിങ്ങൾ മറന്നു എന്ന പേടിയില്ല എന്നുള്ളതാണ് സത്യം. സോ അതുകൊണ്ട് ഈ ഒരു നോട്ടിനെ നമ്മൾ ആക്ച്വലി വിളിക്കുക ഷോർട്ട് നോട്ട് എന്നാണ് വിളിക്കാം. ഷോർട്ട് നോട്ട് ചെയ്തെന്ന് ഒരുപാട് കാലങ്ങളായിട്ട് സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും, എല്ലാവരും നമ്മുടെ ലൈവുകളിലൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ഷോർട്ട് നോട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല.
മറക്കുമെന്ന പേടിയുണ്ട് എങ്കിൽ ആ മറവിയെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ ഇതിനെ ഷോർട്ടായിട്ട് എഴുതി വെക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 50 പേജ് 100 പേജ് വീണ്ടും മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. 4 5 പേജ് മറിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും, ഒരു സമാധാനം ഫീൽ ചെയ്യും. അതോടുകൂടെ എക്സാമിനേഷൻ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. സോ മറവിയാണോ പ്രശ്നം? അല്ല, മറവിയെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാത്തതാണ് പ്രശ്നം. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ ക്രിസ്മസ് എക്സാമിനേഷന് നമുക്ക് A+ തന്നെ നേടണം. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ എക്സാം വരുന്നുണ്ട്. അവിടേക്കുള്ള ഓരോ ഐഡിയാസും കൃത്യസമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് I'll be wind up here. ടാറ്റ, ബൈ ബൈ, സീ യു ഓൾ.